ഗായകൻ വിജയ് മാധവനും നടി ദേവിക നമ്പ്യാർക്കും ഇക്കഴിഞ്ഞ ജനുവരി 30-നാണ് രണ്ടാമത്തെ കുഞ്ഞു പിറന്നത്. ഇപ്പോഴിതാ ഈ കുഞ്ഞിന്റെ പേരിടലും നൂലുകെട്ടും ആഘോഷമായി നടത്തിയതിന്റെ വിശേഷങ്ങളാണ് ദമ്പതികൾ പങ്കിട്ടിരിക്കുന്നത്. ഇരുവരുടെയും കുടുംബസുഹൃത്തായ നടൻ സുരേഷ് ഗോപിയുടെ ഭാര്യ രാധികയും കുഞ്ഞിനെ കാണാൻ ഇവരുടെ ക്ഷണം സ്വീകരിച്ച് നൂലുകെട്ട് ദിവസം എത്തിയിരുന്നു. ആഘോഷത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും വിജയ് മാധവ് പങ്കിട്ടിരിക്കുന്നു. ആരാധകരിൽ പലരും പ്രവചിച്ചിരുന്നതുപോലെ തന്നെ പെൺകുഞ്ഞാണ് ഇരുവർക്കും പിറന്നത്. ഓം പരമാത്മ എന്നാണ് ഇരുവരും മകൾക്കിട്ട പേര്. മകളുടെ ഒരു പേര് ആശുപത്രിയിൽ വെച്ച് തന്നെ വിജയ് വെളിപ്പെടുത്തിയിരുന്നു. യൂട്യൂബ് ചാനലുമായി സജീവമായ ഇരുവരും വിശേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി ആരാധകരുമായി പങ്കുവെക്കാറുള്ളത് പതിവാണ്. ഇപ്പോൾ വിജയ് മാധവ് പങ്കിട്ട പുതിയ വീഡിയോയും ശ്രദ്ധ നേടിയെടുക്കുന്നു. രണ്ടാമത്തെ കുഞ്ഞിന്റെ പേരിടലും നൂലുകെട്ടും ആഘോഷമായി നടത്തിയതിന്റെ വിശേഷങ്ങളാണ് പുതിയ ബ്ലോഗിലുള്ളത്. ഓം പരമാത്മ എന്നാണ് വിജയും ദേവിയെയും മകൾക്കിട്ട പേര്. ഓം ബേബി എന്നാണ് എല്ലാവരും ഈ കുഞ്ഞിനെ ഓമനിച്ച് വിളിക്കുന്നതും. എന്നാൽ പക്ഷേ ഈ ഒരു പേരിനോട് ഇരുവരുടെയും ആരാധകരിൽ ഭൂരിഭാഗം പേർക്കും ഇപ്പോഴും എതിർപ്പ് തന്നെയാണ്. അത് ചിലർ കമന്റ് ബോക്സിലൂടെ ഇപ്പോഴും അറിയിച്ച് രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ പക്ഷേ ഈ ഒരു പേര് മാറ്റാൻ താല്പര്യമില്ല എന്നും ഏറെ ഇഷ്ടപ്പെട്ട് നൽകിയതാണ് മകൾക്ക് ഈ പേരെന്നുമാണ് വിജയ് മാധവ് പിന്നീട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത്. തിരുവനന്തപുരത്ത് വിജയുടെ നാട്ടിൽ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ടെലിവിഷനിലെയും ബിഗ് സ്ക്രീനിലെയും സൗഹൃദമുള്ളവരെയും ഒക്കെ വിളിച്ചു ചേർത്തുകൊണ്ടാണ് വിജയും ദേവികയും മകളുടെ പേരിടിയിലും നൂലുകെട്ടും ചടങ്ങ് നടത്തിയത്. ഇരുവരുടെയും കുടുംബ സുഹൃത്തുക്കളായ സുരേഷ് ഗോപിയുടെ ഭാര്യ രാധികയും ക്ഷണം സ്വീകരിച്ച് ഓം ബേബിയെ അനുഗ്രഹിക്കാൻ എത്തിയിരുന്നു. സുരേഷ് ഗോപിയുടെ കുടുംബവുമായി വളരെ വർഷങ്ങളായി ഇരുവർക്കും നല്ല ബന്ധമാണുള്ളത്. ആദ്യത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരുന്നപ്പോഴും സുരേഷ് ഗോപിയെയും കുടുംബത്തെയും നേരിട്ട് പോയി ദേവിക സന്ദർശിക്കുകയും ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഓം പരമാത്മ എന്ന പേരിന് ട്രോളും പരിഹാസവും ഒക്കെയാണ് ലഭിച്ചതെങ്കിൽ പോലും നൂലുകെട്ടിനെത്തിയവർക്കെല്ലാം ഈ ഒരു പേര് വളരെയധികം ഇഷ്ടപ്പെട്ടുവെന്നാണ് പറയുന്നത്. പരിപാടി ഗംഭീരമായി കഴിഞ്ഞു, സൂപ്പറായിരുന്നു, ഇത്രയും തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും ആത്മജയ്ക്ക് തങ്ങളൊന്നും ചെയ്തില്ല എന്നുമാണ് വിജയ് പറയുന്നത്. ആത്മജ എന്നാൽ ഇവരുടെ മകനാണ്. മകന്റെ നൂലുകെട്ടും പേരിടലും സിമ്പിൾ പരിപാടിയായിട്ടാണ് തങ്ങൾ നടത്തിയത്. എന്നാൽ മകളുടെ 28-ഉം ആത്മജിയുടെ 2ാം പിറന്നാളും ഒരുമിച്ച് ആഘോഷിക്കാനായിരുന്നു തങ്ങളുടെ പ്ലാൻ എന്നും വിജയ് പറയുന്നു. എല്ലാവർക്കും വരാനും സൗകര്യമായിരിക്കുമല്ലോ എന്നാണ് കരുതിയത്. എന്നാൽ പക്ഷേ പരീക്ഷാ കാലമായതുകൊണ്ട് എല്ലാവർക്കും വന്നു ചേരാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് മകളുടെ 28 മാത്രം നടത്താൻ തങ്ങൾ തീരുമാനിക്കുകയായിരുന്നു എന്നും വിജയ് പറയുന്നുണ്ട്. ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ഒരു കല്യാണ ഫീലാണ് തോന്നുന്നതെന്നാണ് വിജയും ദേവികയും പറയുന്നത്. നൂലുകെട്ട് പകർത്തുവാൻ ഇത്തവണ ഫോട്ടോഗ്രാഫറെയും ഇരുവരും ഏൽപ്പിക്കുകയുണ്ടായി. ഫാമിലി ഫോട്ടോ തങ്ങളുടെ കയ്യിൽ കുറവാണെന്നാണ് ഇരുവരും പറയുന്നത്. കല്യാണത്തിനെടുത്ത കുറച്ച് ഫോട്ടോകൾ മാത്രമേ തങ്ങളുടെ കയ്യിലുള്ളൂ. പോസ്റ്റ് ചെയ്യാനാണ് തങ്ങൾക്ക് മടിയെന്നാണ് ഇരുവരും പറയുന്നത്. കല്യാണത്തിന് ഫോട്ടോ എടുക്കുവാനായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അതൊന്നും തനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്യാതെ പോയ ആളാണ് വിജയ് മാധവ് എന്നാണ് ദേവിക പറയുന്നത്. അതുപോലെ തന്നെ മൂത്ത മകൻ ആത്മജിയുടെ ഒരു ഗംഭീര പരിപാടി നടത്തുവാൻ തങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും വിജയും ദേവികയും പറയുന്നു. അതേസമയം ഇപ്പോൾ സന്തോഷകരമായി ഇരുവരും വീഡിയോ പങ്കിടുന്നെങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ ഇതായിരുന്നില്ല അവസ്ഥ. മകൾക്ക് ഓം പരമാത്മ എന്ന പേരിട്ടപ്പോൾ വ്യത്യസ്തമായ ഒരു പേരായതുകൊണ്ടും ആൺപിള്ളേർക്കിടുന്നത് പോലത്തെ ഒരു പേരായതുകൊണ്ടും ഈ പേര് പുറത്തുവിട്ടപ്പോൾ തന്നെ വൈറലായി മാറുകയും ഇരുവർക്കുമെതിരെ സൈബർ ആക്രമണങ്ങളും വന്നിരുന്നു. ഇതിന് പിന്നാലെ തന്നെ നിരവധി വീഡിയോകളും താരങ്ങൾ പങ്കുവച്ചു. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ചാ വിഷയമായി വിജയ്ക്ക് വലിയ രീതിയിൽ ആളുകളിൽ നിന്നും വിമർശനങ്ങൾ നേരിടേണ്ടി വരികയും ഒക്കെ ചെയ്തു. വിജയ് മാധവ് സ്വന്തം ഇഷ്ടപ്രകാരം നൽകിയ പേരാണിതെന്നും ദേവികയ്ക്ക് മകളുടെ പേര് തൃപ്തി നൽകിയിട്ടില്ല എന്നത് ആ മുഖത്തു നിന്ന് വ്യക്തമാണെന്നുമെല്ലാം ഇവരുടെ വീഡിയോ കണ്ടതിന് ശേഷം ആളുകൾ കമന്റുകളായി കുറിച്ചു. ഇത്തരം ഒരു പേര് കുഞ്ഞിനു വേണ്ടി വിജയ് കണ്ടെത്തിയത് അന്ധവിശ്വാസിയായതുകൊണ്ടാണെന്നും കമന്റുകൾ വന്നിരുന്നു. കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് നേരത്തെ താൻ അറിഞ്ഞിരുന്നില്ല എന്നാണ് പേര് വെളിപ്പെടുത്തിയ സമയത്ത് വിജയ് മാധവ് ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞത്. ഡെലിവറി അറിഞ്ഞതിന് ശേഷം തന്റെ പരിചയക്കാരും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും എന്തിനേറെ പറയുന്നു തന്റെ സ്വന്തം സഹോദരി വരെ തന്നോട് ചോദിച്ചുകൊണ്ടിരുന്നത് കുട്ടി ആണാണോ പെണ്ണാണോ എന്നല്ലായിരുന്നുവെന്നും പേര് എന്താണ് ഇട്ടിരിക്കുന്നതെന്നായിരുന്നുവെന്നും വിജയ് മാധവൻ പറയുകയും ചെയ്തു. 2 മക്കൾക്കും ഇട്ട പേരുകളൊന്നും താൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതല്ല എന്നും തന്റെ വിഷനിൽ വന്നതാണ് ആ പേരുകളെന്നുമാണ് വിജയ് മാധവ് പറഞ്ഞത്. എന്നിരുന്നാലും മക്കൾക്ക് ഇത്തരത്തിൽ പേരുകൾ ഇട്ടതിന് വിജയ് മാധവിനെ നിരവധി പേർ ഇപ്പോഴും വിമർശിക്കുന്നുണ്ട്. തന്നെ വിമർശിച്ചു വരുന്ന കമന്റുകൾക്ക് മകൾക്ക് അത്തരമൊരു പേരിടാനുണ്ടായ കാരണവും പറഞ്ഞുകൊണ്ടൊരു വീഡിയോയും വിജയ് മാധവ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് മകൾക്ക് ഓം പരമാത്മ എന്ന് പേരിട്ടതെന്നും ഭാവിയിൽ ഈ ഒരു പേര് മകൾ മാറ്റിയാൽ അത് താൻ തടയാൻ പോവില്ല എന്നുമാണ് വിജയ് പറഞ്ഞത്. മുൻപ് മൂത്ത മകന് പെൺകുട്ടികൾക്കിടുന്ന പേരായ ആത്മജ മഹാദേവ് എന്ന പേരിട്ടതിന്റെ പേരിൽ ഏറെ വിമർശനങ്ങളാണ് വിജയ് മാധവിനും ദേവിക നമ്പ്യാർക്കും നേരിടേണ്ടി വന്നത്. ഇപ്പോൾ രണ്ടാമത് ജനിച്ച പെൺകുഞ്ഞിനും ഓം പരമാത്മ എന്ന് പേരിട്ടതിന്റെ പേരിലും സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും പരിഹാസങ്ങൾ ഇരുവരും ഏറ്റുവാങ്ങുന്നുണ്ട്. മകന് കൂട്ടായി അനിയത്തിക്കുട്ടി വന്ന വിവരം ഇരുവരും പുറം ലോകത്തെ അറിയിച്ചതിനൊപ്പം തന്നെ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് മകളുടെ പേരും വിജയ് മാധവ് പറഞ്ഞിരുന്നു. അന്നു മുതൽ ഇന്നുവരേക്കും വിജയ് മാധവ് ഈ പേരിട്ടതിന്റെ പേരിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.